നമ്മളെല്ലാ പടം ചെയ്യണതും കമ്മിറ്റ് ചെയ്യണതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിക്ക് തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണ്. ചില പടങ്ങൾ ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടെ വേറെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പടം വർക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നതും. നമുക്കറിയുന്ന ജോലി ഇതാണ്, അടുത്ത പടത്തിൽ ശ്രമിക്കാം. അപ്പൊ ഇത് ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫസ്റ്റ് പറയുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രതീക്ഷ അത് ചേച്ചി പറഞ്ഞാല് നമ്മൾ ദിവസം ഓടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഡേ 1 ആയിട്ടുള്ളൂ, ഇടയ്ക്കൊക്കെ 99 ദിവസം നോക്കാം. ഒരു കാര്യമുണ്ട്, റേറ്റിംഗിന് വേണ്ടിയാണ് ഒരു വാർത്തയ്ക്ക് പിന്നിൽ പോകുന്നത്. റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു. ഇവരുടെ സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നത് അത്ര ഒരു മത്സരം ചാനൽ യുദ്ധം നടക്കുന്നുണ്ട് ഓരോ വാർത്തകളും. ഇല്ലേ അത് ഇല്ലേ, അത് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. റേറ്റിംഗ് എന്നല്ല, ഇപ്പോഴും നമ്മള് നമ്പറോട് അവിടെ മത്സരിക്കുന്നതല്ലേ. അങ്ങനെ ചാനൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളവും യാത്രയിൽ കയറത്തുള്ളൂ. എന്നോട് ഓരോന്ന് പറയുമ്പോ എന്നെ ഏറെ ചേട്ടാ, കേരളത്തിലല്ലേ, എല്ലാ ലോകത്ത് എവിടെയൊക്കെ മാധ്യമങ്ങളുണ്ടോ, ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ, അവിടെയൊക്കെ TRP റേറ്റിംഗിന് വേണ്ടി ആദ്യം ആര് റിപ്പോർട്ട് ചെയ്യുന്നു, ആര് അതിന്റെ ജെന്യൂനിറ്റി നോക്കുന്നുണ്ടോ എന്നൊക്കെ സെക്കൻഡറി ആണ് എനിക്ക് തോന്നുന്നത്. ആര് റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഇതാണല്ലോ. കാരണം എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വിമന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് 1-2 ചാനൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയം പഠിച്ച കാര്യം പറഞ്ഞാണ്. അപ്പൊ ആ സമയത്ത് ഒരു ചാനലിലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടുത്തെ പല VIPസിന്റെയും എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ എയർ ചെയ്യാനായിട്ട്. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് ഹൈദർക്ക് അവനെ പറയണം. നിങ്ങൾ ചാനൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇതങ്ങനെയാണ്. അയാൾ എന്നത് പറയില്ല. അല്ല, കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, അത് തെറ്റല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആരാകെ റിപ്പോർട്ട് ചെയ്യും, അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. അപ്പൊ അത് ചാനലുകളിൽ നടക്കാറുണ്ട്. ഈ മത്സര ബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നിൽ പോകാതെ ഒരു യാത്ര ഉണ്ട്. നമുക്ക് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പറഞ്ഞേക്കും, നമ്മളൊരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോകില്ല. പിന്നീട് അതിന്റെ ഒരു അന്വേഷണത്തിൽ പോലും ഒരു ഡെസ്കിൽ നിന്നാണെങ്കിൽ നമ്മുടെ മേൽ ഇരിക്കുന്ന അധികാരികളാണ് നമ്മൾ അതിന്റെ പിന്നിൽ പോകണമെന്ന് പറയാറില്ല. അപ്പൊ അവിടെ വെച്ച് വാർത്ത നിന്നു പോകും. ഇപ്പൊ ഈ കേസ് തന്നെ അന്വേഷണത്തിൽ, ഈ സിനിമ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ ഇനിയും ഇത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കടമകളുണ്ട്. സെക്കൻഡ് പാർട്ടിന് ഒരു ഊഹം പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മിഷേലിന്റെ കേസാണെങ്കിലും അവിടെ വെച്ച് നിൽക്കുന്നു. പിന്നെ അടുത്ത കേസ് റിപ്പോർട്ട് വേറെ കേസിലേക്ക് പോവാണ്, അവിടെ വെച്ച് നിന്ന് പോകുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നില്ല. അത്തരം ഒരു തോന്നലൊന്നും മാറ്റി ചിന്തിക്കേണ്ടതല്ലേ ഈ മാധ്യമം? ചേട്ടാ, തീർച്ചയായിട്ടും നിങ്ങളത് ചിന്തിക്കണ്ടേ, ഞാനാണോ? അല്ല, അത് നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കാര്യം, ഞാൻ പറഞ്ഞതിന്റെ അടുത്ത് മാറാനൊന്നും പോകുന്നില്ല. അതായത് ഇവിടെ എന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത മുങ്ങും. അതങ്ങനെയാണല്ലോ. അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല, അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. കാരണം പല വാർത്തകളും ഒരാഴ്ച കൂടെ പോയി കത്തി കയറിയിരുന്നത് പെട്ടെന്ന് ഈ വാർത്ത തന്നു വേറൊരു വാർത്ത കയറിയില്ല, അപ്പോൾ മറ്റേ വാർത്തകൾ താഴെ പോകും. ഇത് സ്വഭാവമായിട്ട് അങ്ങനെ. ഞാൻ ചെയ്ത നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ടത്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം സിനിമയെ പറയും, അപ്പൊ വേറെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഇതൊന്നും താക്കടോ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് ഇതിവിടെ നടക്കുന്നതല്ലേ, ഇത് എന്നെയും കൊണ്ട് ഇവരെയും കൊണ്ടും പറയിച്ചിട്ട് നാളെ ആനന്ദ് ശ്രീവാരൻ ടീം വിമർശിച്ചു എന്ന് പറയാനല്ലേ? ഇല്ല, ആ പരിപാടിക്കില്ല. അല്ല, നടക്കുന്നുണ്ട്. ഇതില് അർജുന്റെ കഥാപാത്രം അജിച്ചന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് മറ്റേ അയാളോടുള്ള ദേഷ്യം പറയുമല്ല. ആദ്യം ഇത് അങ്ങനെയായിരുന്നു, ഇപ്പൊ ഇത് എനിക്ക് തെളിയിക്കാനുള്ള ഒരു വാശിയെന്ന് പറയും. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മാധ്യമപ്രവർത്തകർ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ്ങിന്റെ പുറകെ പോയി ആ റിപ്പോർട്ടിങ്ങിന്റെ ജെന്യൂൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും? അതെന്തായാലും വളരെ കുറവേ കാണത്തുള്ളൂ. വാർത്ത കഴിഞ്ഞ പോലും അവരുടെ ലൈഫ് മുന്നോട്ട് പോവാണ്. പക്ഷെ അപ്പോഴും പല സമൂഹം ഫേസ് ചെയ്യുന്നത് വീടുകൾ വരുന്നില്ല. സമൂഹം അവരെ ഫേസ് ചെയ്യുന്നത് പുറത്തു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്, വീട് കളിയാക്കലാവാം, ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം പല ഐഡന്റിറ്റി ബേസ് പ്രശ്നമുണ്ട്. വീട്ടിലിപ്പോ നിരപരാധികളാണെങ്കിൽ പോലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത് മാറ്റമൊന്നും സംഭവിക്കണം. ഇവിടെ അങ്ങനെയാണ് പറയും. കേരളം എന്നല്ല, ഏത് രാജ്യത്താണെങ്കിലും ഇത് അങ്ങനെയാണ്. അതിന് ഒരു പേരും വിളിക്കും, സിസ്റ്റം.
അത്രേ ഉള്ളൂ. അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഒരു കേസിൽ ഒരു പ്രതി അകപ്പെടുന്നു, ആ പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയേണ്ടത് കോടതിയിൽ നിന്നാണ്, തെളിവുകളടക്കം. പക്ഷെ ഒരു കേസിന്റെ ഒരു വാർത്ത വന്ന ആ മൊമെന്റ് മുതൽ അയാൾ പ്രതിയാണ്. ഓൺലൈനിൽ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ്. അടുത്ത സമയത്തുള്ള പല കേസുകളും നമുക്കറിയാം, ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് അത് മുദ്രകുത്തപ്പെട്ടു. നാളെ ഇത് തെളിയുന്നത് ആരും അറിയുന്നില്ല. നാളെ ഈ കേസ് ഒഴിവാക്കിയതോ കേസ് വിഡ്രോ ചെയ്തൊന്നും ആരും അറിയുന്നില്ല. വിക്ടിംസ് എപ്പോഴും അങ്ങനെയാണ്, പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തലയിൽ വരും. ഈ സിസ്റ്റം മാറ്റേണ്ടതാണ്. ഞാനല്ല ഉണ്ടായത്. അല്ല, അത് പറഞ്ഞു വെക്കുമ്പോൾ അതിന്റെ കൃത്യത സിസ്റ്റം മാറ്റണത് പബ്ലിക് ചോദ്യം ചെയ്യണേക്കാം. ചോദ്യം ചെയ്യാൻ വരുന്ന എത്ര പബ്ലിക് ഉണ്ട്, എത്ര പേര് കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ, തിരിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ ഇതിന് മാറ്റം വരെ എനിക്ക് അറിയില്ല. പക്ഷെ പുനർചിന്ത ഉണ്ടാവാം, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അത് ഒരാളെ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റിയാൽ അത് ചിലപ്പം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും.